ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നെജു. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സിമ്പിളുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചക്ക എടുത്ത് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അല്പം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഒരു 1/4 കപ്പൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് കുക്കറിൽ ഒരു വിസിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഓരോ ചക്കക്കും വേവ് വ്യത്യസ്തമായിരിക്കും. ഈ ഒരു ചക്ക പഴഞ്ചക്കയാണ്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ചക്ക ഒരു വിസിലിന് ശേഷം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേവ് അറിയാനായിട്ട് കൈകൊണ്ട് ഒരു ചക്ക എടുത്തിട്ടൊന്ന് പ്രസ്സാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുക്കായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയി കിട്ടും. ഇനി ഇതിന് ശേഷം ഇതൊന്ന് വറവിട്ടെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ആക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പോളം വെളുത്തുള്ളിയും ചീരുള്ളിയും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ചക്കയിലേക്ക് വെളുത്തുള്ളിയും ചീരുള്ളിയും കൊണ്ട് വറവിടുമ്പോൾ. എന്നിട്ട് ഇതൊന്ന് വഴറ്റുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു വറ്റൽമുളക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക. പിന്നെ കൂടെ തന്നെ കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ചക്കയിലേക്ക് നമുക്ക് തേങ്ങ അരക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നല്ല കട്ടൻ ചായക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി മിക്സാക്കി കൊടുക്കുക. ഈ വെളുത്തുള്ളിയും ചീരുള്ളിയും പച്ചമുളകും അതുപോലെ വറ്റൽമുളകും എല്ലാം കൂടെ മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എളുപ്പമല്ല, പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇതാ ചക്ക കൊണ്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനലിൽ ഒരുപാട് സ്നാക്ക് റെസിപ്പീസും റൈസ് റെസിപ്പീസൊക്കെ ട്രൈ ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.